ഹലോ നീറ്റ് ആസ്പിരൻസ്. ഈ സെഷനിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡം ചാപ്റ്ററിന് നമ്മൾ നീറ്റ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ സെഷന് മുന്നേ ആയിട്ട് ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് അവതരിപ്പിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് 2026 പ്രിപ്പറേഷനിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ എത്ര MCQs ചെയ്ത് പഠിക്കണം എന്നുള്ളത് പല കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്. അത് തീരുമാനിക്കേണ്ടത് തികച്ചും ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആനിമൽ കിങ്ഡം എല്ലാ വർഷവും നമുക്കൊരു 4 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ മിനിമം ഒരു 200 MCQs നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ ലിവിംഗ് വേൾഡ് ചാപ്റ്റർ ആണെങ്കിൽ ചില വർഷം ചോദിക്കാറില്ല, ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യമാണ് ചോദിക്കല്. അപ്പോൾ ഒരു 50 to 60 MCQs ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി. ഈ ജെനറ്റിക്സ് പോലുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ജെനറ്റിക്സ് 1 നമുക്ക് ഏകദേശം ഒരു 6 to 7 ക്വസ്റ്റ്യൻ, ഒരു 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കലുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 250+ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എത്ര MCQs ചെയ്ത് പഠിക്കണം എന്നുള്ളത് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആണ് തീരുമാനിക്കുന്നത്. ചാപ്റ്ററിന്റെ വെയിറ്റേജ് എവിടുന്നാണ് നമുക്ക് കിട്ടുക? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇതുപോലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടാവുക. സോ അതുപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആനിമൽ കിങ്ഡം ചാപ്റ്ററിന്റെ ഡിസ്കഷനിലേക്ക് പോയാലോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? എന്റെ മക്കൾസ് റെഡി അല്ലേടാ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം കേട്ടോ. നീറ്റ് 2025 ചോദിച്ച ചോദ്യമാണ്. While trying to find out the characteristics of a newly found animal, ഒരു പുതിയ ആനിമലിനെ കണ്ടെത്തി അത് ഏത് ആനിമൽ ആണ്, അവരുടെ സീലോമേറ്റ് ബോഡി ക്യാവിറ്റി ഏതാണെന്ന് മനസ്സിലാക്കാനും വേണ്ടി അവിടുന്ന് ഒരു ടിഷ്യൂ എടുത്തു. ദാറ്റ് ഈസ് ഹിസ്റ്റോളജി, ടിഷ്യൂ സ്റ്റഡീസ് നടത്തി. അങ്ങനെ ടിഷ്യൂ സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് വിത്ത് ദ പ്രസൻസ് ഓഫ് മീസോഡെർമൽ ടിഷ്യൂ ടുവേർഡ്സ് ദ ബോഡി വാൾ ബട്ട് നോ മീസോഡെർമൽ ടിഷ്യൂ വാസ് ഒബ്സർവ്ഡ് ടുവേർഡ്സ് എലിമെന്ററി കനാൽ. ബോഡി വാളിന്റെ ഭാഗത്തുണ്ട്, പക്ഷെ അലിമെന്ററി കനാലിന്റെ ഭാഗത്ത് മീസോഡെർമൽ ടിഷ്യൂസിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടില്ല. സോ മീസോഡെർമൽ ടിഷ്യൂസ് ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ഫാൾസ് ബോഡി ക്യാവിറ്റി ആണ് അപ്പോൾ അവർക്ക് അവിടെ കണ്ടു തുടങ്ങിയത്. വാട്ട് കുഡ് ബി ദ പോസിബിൾ സീലോം ഓഫ് ദാറ്റ് ആനിമൽ? അല്ലെ, ഏതാണ് പോസിബിൾ സീലോമേറ്റ് ഓഫ് ദാറ്റ് ആനിമൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രൂ ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ സീലോമേറ്റ് ആനിമൽ എന്ന് വിളിക്കും. ഫാൾസ് ബോഡി ക്യാവിറ്റി ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കും. ട്രൂ ആണെങ്കിൽ സീലോമേറ്റ്, അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി ഇല്ലെങ്കിലോ അസീലോമേറ്റ് എന്നല്ലേ പറയാം. ഫൈലം പോരിഫറ മുതൽ പ്ലാറ്റി ഹെൽമിന്തസ് വരെ ഏതായിരുന്നു അസീലോമേറ്റ് ആണ്, ബോഡി ക്യാവിറ്റി ഇല്ല. സ്യൂഡോ സീലോമേറ്റ് ഒരു ഒറ്റ ഫൈലമാണ് നമ്മൾ പഠിക്കുന്നത്, ദാറ്റ് ഈസ് റൗണ്ട് വേം ഉള്ള ആസ്കൽമിന്തസ്. അതുപോലെ അനലിഡ്സ് മുതൽ കോഡേറ്റ്സ് വരെ ബോഡി ക്യാവിറ്റി ഉണ്ട്, സീലോമേറ്റ് ആണ്. സോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് സ്യൂഡോ സീലോമേറ്റ്. സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടൊക്കെ നമ്മൾ ഡയഗ്രം ഇങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലേ. മീസോഡെർമൽ ടിഷ്യൂസ് അവർക്ക് ആബ്സെന്റ് ആയിരിക്കും, അതിന് പകരം ഫോൾസ് ക്യാവിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ബോഡി ക്യാവിറ്റിന്റെ പ്രസൻസ് ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ സീലോമേറ്റ് എന്നാണ് പറയാ. ഇനി 3 ടിഷ്യൂസും പ്രസൻസ് ഉണ്ട്, ബോഡി ക്യാവിറ്റിന്റെ പ്രസൻസ് ഇല്ലെങ്കിലോ, അല്ലെ, ഒരു സ്പേസും അവിടെ ഇല്ലെങ്കിൽ അസീലോമേറ്റ് എന്നാണ് പറയാ. ഈ ഡയഗ്രം നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഫൈൽ എന്നുള്ള കാര്യം ഞാൻ സംസാരിച്ചു അല്ലേ. സോ എനിക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് മക്കൾസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റോൾ ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഇൻ എക്കൈനോഡെർമേറ്റ ഈസ്. എടാ, ആക്ച്വലി വാട്ടർ വാസ്കുലാർ സിസ്റ്റം, നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം പഠിക്കുന്നത് ഏതിലാണ്? നമ്മൾ ഫൈലം പോരിഫറയിലാണ്. ഫൈലം എക്കൈനോഡെർമേറ്റ സ്റ്റാർ ഫിഷ് അല്ലെ, അസ്റ്റീരിയാസും ഒഫ്യൂറ, ബ്രിട്ടിൽ സ്റ്റാർ ഒക്കെ വരുന്ന ഈ ഫൈലം എക്കൈനോഡെർമേറ്റന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വാട്ടർ വാസ്കുലാർ സിസ്റ്റം തന്നെയാണ്. എടാ, ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഒന്ന്, ആക്ച്വലി അവര് ലോക്കോമോഷന് സഹായിക്കാറുണ്ട്. പിന്നെ ഇരയെ പിടിക്കാനൊക്കെ അല്ലേ, ദാറ്റ് ഈസ് ക്യാപ്ചറിന് സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ലോക്കോമോഷനും ക്യാപ്ചറും അവർ സഹായിക്കാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ബ്രീത്തിങ് പർപ്പസ്, ദാറ്റ് ഈസ് റെസ്പിറേഷന് സഹായിക്കാറുണ്ട് അല്ലെ. അപ്പൊ റെസ്പിറേഷൻ പറഞ്ഞു, ലോക്കോമോഷൻ പറഞ്ഞു, ക്യാപ്ചർ പറഞ്ഞു, പിന്നെ ഫുഡ് ഗ്യാദറിങ്ങിന് സഹായിക്കാറുണ്ട്. ദാറ്റ് ഈസ് മെയിൻലി ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ട്രാൻസ്പോർട്ടിനും സഹായിക്കാറുണ്ട്. ഈ 4 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് NCERT വെച്ചിട്ട് വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സോ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്തൊക്കെയാണ്? ലോക്കോമോഷന് സഹായിക്കുന്നു, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റോട് കൂടിയിട്ടുള്ള മൂവ്മെന്റ് അല്ലേ, അതിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നു. അടുത്തത് ക്യാപ്ചർ, അതുപോലെ ക്യാപ്ചർ, പിന്നെ റെസ്പിറേഷൻ ആൻഡ് ഓൾസോ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. ഇതാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ വാട്ടർ വാസ്കുലാർ സിസ്റ്റം, റെസ്പിറേഷൻ ഉണ്ട്, ലോക്കോമോഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ടോ? ഇല്ല. ക്യാപ്ചർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഡൈജഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ? വളരെ എളുപ്പത്തിൽ കിട്ടിയില്ലേ? എയും സിയും അല്ലേ റൈറ്റ് ആൻസർ വരിക. എയും സിയും ആണ് നമുക്ക് അവർ ആൻസർ. A and C ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അപ്പൊ ഏത് കൊടുക്കാം? ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ?
റെഡി അല്ലേ മക്കൾസ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? യെസ്. സോ ഇതും 2025 കഴിഞ്ഞ നീറ്റ് എക്സാമിന് ചോദിച്ചതാണ് അല്ലേ. ഇനി നമ്മൾ 2024 വരികയാണെങ്കിൽ വിവാദമായിട്ടുള്ള എക്സാം ആയിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് 2024 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഞാൻ ഈ സെഷനിൽ ചെയ്ത അത്ര ക്വസ്റ്റ്യൻസ് അല്ല, അതിനും കൂടുതൽ ഉണ്ടാവും. കാരണം 2 പേപ്പർ ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് മക്കൾക്ക് എക്സാം മാറ്റി നടത്തിയ വർഷമാണ്, അതുകൊണ്ട് 2 പേപ്പർ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ നമ്മൾ MCQ ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് 2024 നമുക്ക് കാണാൻ പറ്റും. സോ അതിലുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. കാരണം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഈസ് ആൻ ഇൻകറക്റ്റ് മാച്ച്? തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ലേ കണ്ടെത്തേണ്ടത്. ഓക്കെ, ആദ്യം സിമ്മട്രി കൊടുത്തിട്ടുണ്ട്, സീലോമേറ്റ് ഉണ്ട്, റേഡിയൽ ഉണ്ട്, ഡിപ്ലോബ്ലാസ്റ്റിക് ഉണ്ട്. സോ ഇത് പഠിപ്പിക്കുന്നതിന്റെ മുന്നേ ഞാനൊരു കാര്യം നിങ്ങളെ പഠിപ്പിക്കട്ടേടാ. അതായത് നമുക്ക് സീലോമേറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ. സോ ബേസ്ഡ് ഓൺ സീലോം ബോഡി ക്യാവിറ്റി നമ്മൾ ഏതൊക്കെയാ പഠിക്കുന്നത്? ബോഡി ക്യാവിറ്റി ഇല്ലാത്തതിനെ നമ്മൾ അസീലോമേറ്റ് എന്ന് പറയും. സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടുള്ള ഫോൾസ് ക്യാവിറ്റി അല്ലെ, ഫോൾസ് ബോഡി ക്യാവിറ്റി ഉള്ളതിനെ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയും. ശരിയല്ലേ? അതുപോലെ സീലോമേറ്റ് എന്ന് പറയും, ബോഡി ക്യാവിറ്റിന്റെ പ്രസൻസ് ഉള്ളതാണെങ്കിൽ. അല്ലെ, ഇതിന് എക്സാമ്പിൾ ഏതാണ്? അസീലോമേറ്റ്. ഫൈലം പോരിഫറ മുതൽ ഏത് വരെ? ഫൈലം പോരിഫറ മുതൽ പ്ലാറ്റി ഹെൽമിന്തസ് വരെ. ഇങ്ങനെ എഴുതിയാ പോരെ ഷോർട്ട് ഫോം ആക്കിയിട്ട്. സ്യൂഡോ സീലോമേറ്റ് ഒരാളേ ഉള്ളൂ, PA, ദാറ്റ് ഈസ് ആസ്കൽമിന്തസ് റൗണ്ട് വോം. അപ്പൊ സീലോമേറ്റോ നമ്മളെ മണ്ണിര അല്ലെ, അനലിഡ്സ് മുതൽ കോഡൈറ്റ്സ് വരെ ഏതാണ്? സ്യൂഡോ സീലോമേറ്റ് ആണ്. ഇനി സിമ്മട്രി പറയുകയാണെങ്കിലോ, സിമ്മട്രി ഒരു പ്ലെയിനിൽ ഈക്വലാപ്സ് കിട്ടുകയാണെങ്കിൽ ബൈലാറ്ററൽ സിമ്മട്രി എന്നല്ല വിളിക്കുക. ഏതൊരു പ്ലെയിനിലും ഈക്വലാപ്സ് കിട്ടുകയാണെങ്കിൽ റേഡിയൽ സിമ്മട്രി എന്നല്ല വിളിക്കുക. ഇനി ഏത് പ്ലെയിനിൽ ഈക്വലാപ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അസിമെട്രി ഇതല്ലേ പറയുക. സോ ബേസ്ഡ് ഓൺ സിമ്മട്രി നമ്മൾ പഠിക്കുന്നുണ്ട് അസിമെട്രി, റേഡിയൽ സിമ്മട്രി ആൻഡ് ബൈലാറ്ററൽ സിമ്മട്രി അല്ലേ. ഏതാണ് അസിമെട്രി? ഫൈലം പോരിഫറ. റേഡിയൽ സിമ്മട്രിയോ സീലിൻഡറേറ്റിയും ടീനോഫോറയും, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ എക്കൈനോഡെർമേറ്റന്റെ അഡൽറ്റ്. എക്കൈനോഡെർമേറ്റന്റെ അഡൽറ്റ്, കാരണം ലാർവ ബൈലാറ്ററൽ ആണ്. ശരിയല്ലേ? സോ അടുത്ത ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോഡൈറ്റ്സ് വരെ ബൈലാറ്ററൽ സിമ്മട്രി ആണ്. അതിന്റെ ഇടയിൽ എക്കൈനോഡെർമേറ്റന്റെ അഡൽട്ട് റേഡിയൽ സിമ്മട്രി എന്നുള്ള കാര്യം എൻ്റെ മക്കള് അവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സോ ഇവിടെ സീലോമേറ്റിനെ കുറിച്ചിട്ടും സിമ്മറ്റിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ. പിന്നെ ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഉണ്ട്. ജേം ലെയേഴ്സ് 2 ലെയർ ഉള്ളത്. ഡിപ്ലോബ്ലാസ്റ്റിക് മിഡിൽ മീസോഡേം ഉണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. സോ ഡിപ്ലോബ്ലാസ്റ്റിക് മെയിൻ ആയിട്ട് എടാ നമ്മുടെ ആദ്യത്തെ ഫൈലം പോരിഫറ മുതൽ സീലിൻഡ്രേറ്റ എല്ലാം ആദ്യത്തെ 3 ഫൈലം ടീനോഫോറ വരെയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് 3 ജേം ലെയേഴ്സ് മെയിൻ ആയിട്ട് പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോഡൈറ്റ്സ് വരെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിച്ചത്. അനലിഡ്സ് ആൻഡ് ആർത്രോപോഡ് ബൈലാറ്ററൽ സിമ്മട്രി. അനലിഡ്സ് ആൻഡ് ആർത്രോപോഡ്സ് ഇതിനിടയിലല്ലേ വരിക. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പോഞ്ചസ് അസീലോമേറ്റ് ആണ്. പോരിഫറ കറക്റ്റ് ആണ്. സീലിൻഡ്രേറ്റ് ആൻഡ് ടീനോഫോറ റേഡിയൽ സിമ്മട്രി അല്ലെ. സീലിൻഡ്രേറ്റും ടീനോഫോറും റേഡിയൽ സിമ്മട്രി കറക്റ്റ് ആണ്. യെസ്. പ്ലാറ്റി ഹെൽമിന്തസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ? എടാ പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോഡൈറ്റ്സ് വരെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സോ പ്ലാറ്റി ഹെൽമിന്തസ് ഡിപ്ലോബ്ലാസ്റ്റിക് അല്ല, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കൾസ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അസേഷൻ റീസൺ ആണ്. സോ അസേഷൻ റീസൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അസേഷന്റെ കൂടെ നമ്മൾ ബിക്കോസ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ പൊസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. അതായത് വെർട്ടിബ്രേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈലം കോഡേറ്റിൽ വരുന്നതല്ലേ, ഓർക്ക് നോട്ടോകോഡിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ വെർട്ടിബ്രേറ്റിന്റെ പ്രത്യേകത നോട്ടോകോഡ് എംബ്രിയോണിക് പീരീഡിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അത് അടല്ലേ, പിന്നെ വലുതാവും തോറും അതെന്ത് റീപ്ലേസ് ചെയ്യും. ഇറ്റ് ഈസ് മെയിൻലി റീപ്ലേസ്ഡ് ബൈ ബോണി ഓർ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രാസിന്റെ ഇടയിലും കാർട്ടിലേജസ് ഉണ്ടാവാറില്ലടാ. സോ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട്. ശരിയല്ലേ? എംബ്രിയോണിക് പീരീഡിൽ എന്തുണ്ടാവുള്ളൂ? നോട്ടോകോഡിന്റെ പ്രസൻസ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ റീപ്ലേസ് ചെയ്യപ്പെടും വെർട്ടിബ്രേറ്റ്. അതുകൊണ്ടല്ലേ വെർട്ടിബ്രേറ്റ് ആണെന്ന് വിളിക്കാൻ കാരണം. സോ അസേഷൻ കറക്റ്റ് ആണ്. എന്താണ് റീസൺ? ഓൾ കോഡേറ്റ്സ് ആർ വെർട്ടിബ്രേറ്റ്സ് ആണോ? അങ്ങനെയാണോ? ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് അല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? എടാ യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും അല്ലെ, യൂറോ കോഡേറ്റ അതുപോലെ സെഫലോ കോഡേറ്റ അവരൊക്കെ വെർട്ടിബ്രേറ്റ്സ് അല്ലല്ലോ, പക്ഷെ അവർ കോഡേറ്റയാണ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് അല്ലേ. ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ വെർട്ടിബ്രേറ്റ്സ് ആ കൊടുത്തത് തെറ്റല്ലേ. സോ അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. Assertion is true but reason is false. That is option 1 is the right answer. Okay അല്ലേടാ?
സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം എൻ്റെ മക്കള്. പ്ലൂറോബ്രാക്കിയ തന്നിട്ടുണ്ട്. എടാ ആറ് എക്സാമ്പിൾ ആണ് പ്ലൂറോബ്രാക്കിയ. നമ്മൾ ഫൈലം ടീനോഫോറ എന്നല്ലേ പഠിക്കണേ? ഫൈലം ടീനോഫോറ എന്ന് പറയുമ്പോൾ പി ഫോർ പ്ലൂറോബ്രാക്കിയ. അതിൽ തന്നെ അല്ലെ ഇങ്ങനെ ഒരുപാട് കോഡുകൾ നമുക്ക് എല്ലാ ഫൈലത്തിലും ഉണ്ട് കേട്ടോ. അത് നമുക്ക് വൈക്ക് വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ആനിമൽ കിങ്ഡം സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടീനോപ്ലാന. സോ ഫൈലം ടീനോഫോറയിൽ തന്നെ അതിന്റെ എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ഫൈലം ടീനോഫോറിന്റെ ഷോർട്ട് ഫോം പി സി എന്ന് എഴുതാം. സോ പ്ലൂറോബ്രാക്കിയ ടീനോപ്ലാന അല്ലേ? അപ്പൊ ഏതാണ് പ്ലൂറോബ്രാക്കിയ? ടീനോഫോറയാണ്. ദാറ്റ് ഈസ് 2. റാഡ്യൂള. എടാ റാഡ്യൂള എന്ന് വെച്ചാൽ ഒരു റാസ്പ്യൂൾ, ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് അല്ലെങ്കിൽ ഓർഗൻ ആണ്. ഫീഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഫൈലം മൊളസ്ക അല്ലെ? ഫൈലം മൊളസ്ക അല്ലേ? മൊളസ്കന്റെ എക്സാമ്പിൾ എന്താ? മൊളസ്കയ്ക്ക് എക്സാമ്പിൾ ലോഡ് പി എസ് സി എന്നാ പറയാ. എന്താ ലോഡ് പി എസ് സി? ലോലിഗോ ഓ അല്ലെ? പി എസ് സി എക്സാം ഭയങ്കര ലോഡാ. ലോലിഗോ, ഒക്ടോപ്പസ്, അപ്ലീസിയ, ഡി ഡെന്റാലിയം ടെസ്കിഷൽ, പി പൈല ആൻഡ് പിങ്ടാഡ 2 എക്സാമ്പിൾ, എസ് സെപ്പിയ കട്ടിൽ ഫിഷ് ആൻഡ് സി കൈറ്റൺ കീറ്റോപ്ലൂറ. അങ്ങനെ ഓരോ ന്യൂമോണിക്സ് നമ്മൾ ഓരോ ഫൈലത്തിൽ ഉണ്ടാക്കിയാൽ എളുപ്പമാണ്. എല്ലാത്തിനും ന്യൂമോണിക്സ് ഉണ്ട്. ഓരോ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റാഡ്യൂൾ അപ്പൊ മൊളസ്ക അല്ലേ? 1. എടാ സ്റ്റോമോകോഡ്. സ്റ്റോമോകോഡിന്റെ പ്രസൻസ് ഉള്ളത് ഫൈലം ഹെമികോഡേറ്റ. ബെലനോഗ്ലോസസും സാക്കോഗ്ലോസസും നമ്മൾ പഠിക്കുന്നില്ലേ? ദാറ്റ് ഈസ് ഹെമികോഡേറ്റക്കാണ് സ്റ്റോമോകോഡിന്റെ പ്രസൻസ് ഉണ്ടാവുക അല്ലേ? നോട്ടോകോഡ് അല്ല. പണ്ട് അത് കോഡേറ്റ്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് നോൺ കോഡേറ്റ്സ് ആണ്. സ്റ്റോമോകോഡാണ് എ റൂഡിമെന്ററി സ്ട്രക്ചർ. എയർ ബ്ലാഡർ. എടാ എയർ ബ്ലാഡറും ഓപ്പർക്കുലും ഗിൽ കവർ ഒക്കെ പ്രസന്റ് ഉള്ളത് ഓസ്റ്റിക് തൈസിലാണ്. ബോണി എൻഡോസ്കെലട്ടൺ, കാർട്ടിലേജിന്റെ എൻഡോസ്കെലട്ടൺ, കോൺട്രാക്ട് തൈസിന് അത് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് സിം ചെയ്യണം നമ്മൾ പഠിച്ചതല്ലേ? സോ എയർ ബ്ലാഡർ, ഓസ്റ്റിക് തൈസ്, ദാറ്റ് ഈസ് 3. അപ്പൊ 2 1 4 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേടാ വരിക? 2 1 4 3 ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കൾസ്. നിങ്ങൾ റെഡി അല്ലേടാ? യെസ്. നമ്മൾ ഒരുപാട് ഫിഷ് അതും ഇതും അല്ലേ? സെപ്പിയ, കട്ടിൽ ഫിഷ്, അങ്ങനെ ഓരോ ഇത് റിഫ്ലക്സ് ആണ്. പറഞ്ഞു പഠിക്കേണ്ടതാണ്. നമ്മൾ മെയിൻ ആയിട്ട് പൈസസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അക്വേറിയം ഫിഷസ് അല്ലേ? അക്വേറിയം ബീറ്റ ഫിഷും ഏഞ്ചൽ ഫിഷ്. എന്താണ് ഏഞ്ചൽ ഫിഷ്? ടെറോഫില്ലം. ടെറോഫില്ലം ആണ് ഏഞ്ചൽ ഫിഷ്. ഏഞ്ചൽ ഫിഷ്. മിക്സിൻ, ഹാഗ് ഫിഷ്. പെട്രോൾ മിക്സ് എന്ന് ആലോചിച്ച് ഞാൻ പെട്രോൾ മിക്സ് ചെയ്യാന്ന് ആലോചിക്കില്ല. എന്താ പെട്രോൾ മിക്സ്? പെട്രോൾ പെട്രോമൈസൺ. അതിൽ എല്ല് ലാംബ്രെ ആണ് പെട്രോമൈസൺ. സൈക്ലോസ്റ്റോമേറ്റന്റെ എക്സാമ്പിൾ ഏനാത്തല്ലേ? ജോലസ് വെർട്ടിബ്രേറ്റ് അല്ലേ? സൈക്ലോസ്റ്റോം അല്ലെ? സ്പോണിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള പെട്രോൾ മിക്സ് ആണ് അതിന്റെ എക്സാമ്പിൾ. പെട്രോമൈസൺ, ലാംബ്രെ, പെട്രോൾ മിക്സ്, മിക്സിൻ. ദാറ്റ് ഈസ് ഹാഗ് ഫിഷ്. 1. റിസ്റ്റിസ് സോ ഫിഷ്. പിന്നെ ഫ്ലൈയിങ് ഫിഷ് ഏതാ? എക്സോസീറ്റസ് ഫ്ലൈയിങ് ഫിഷ് അല്ലേ? പറക്കുന്ന ഫിഷ് ആണ് ഫ്ലൈയിങ് ഫിഷ്. 4. 3 1 2 4 3 1 2 4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? റെഡി അല്ലേടാ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, റേഡിയൽ സിമെട്രി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ അഡൽട്ട് ഓഫ് ഫൈലം. ആര് അഡൽട്ടിലാണ് റേഡിയൽ സിമെട്രി കാണാത്തത്? സോ നമുക്കറിയാം സീലിൻഡ്രേറ്റ റേഡിയൽ സിമെട്രി ആണ്. ടീനോഫോറ റേഡിയൽ സിമെട്രി ആണ്. എക്കൈനോഡെർമേറ്റ റേഡിയൽ സിമെട്രി ആണ് അല്ലേ? എക്കൈനോഡെർമേറ്റ റേഡിയൽ സിമെട്രി അല്ലേ? കാരണം എക്കൈനോഡെർമേറ്റ അവിടെ അഡൽട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 ആൾക്കാർ അഡൽട്ടിലും റേഡിയൽ സിമെട്രി ആണ്. പക്ഷെ ഹെമികോഡേറ്റ നമുക്ക് ഏതാണ്? ബൈലാറ്ററൽ സിമെട്രി ആണ്. സോ നോട്ട് ഫൗണ്ട് ഇൻ അഡൽട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഏത് കൊടുക്കാൻ പറ്റും? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? നോട്ട് ഫൗണ്ട് അല്ലേ? റേഡിയൽ സിമെട്രി കാണാത്തത് ഏതാണെന്ന്. മറ്റുള്ള 3 ആൾക്കാരും അഡൽട്ട് റേഡിയൽ സിമെട്രി അല്ലേ? എക്കൈനോഡെർമേറ്റ അഡൽട്ട് റേഡിയൽ സിമെട്രി അല്ലേ? സോ ബൈലാറ്ററൽ സിമെട്രി ആണ് ഹെമികോഡേറ്റ. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? റെഡി അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. ടീനിയ. എടാ ഫ്ലാറ്റ് വേം നമ്മൾ പഠിക്കുന്നില്ലേ? ഫ്ലാറ്റ് വേം പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെ? ഫ്ലാറ്റ് വേംസ്. ഫ്ലാറ്റ് ഹെൽമിന്ത് വേം ഫ്ലാറ്റ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇതിൽ തന്നെ ഉണ്ട്, ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ആരാ ഫ്ലാറ്റ്? ഫാസിയോള. അതിന്റെ വേറെ പേരാണ് ലിവർ ഫ്ലൂക്ക്. അടുത്ത് ടീനിയ ടേപ്പ് വേം. ദാറ്റ് ഈസ് പ്ലാറ്റി ഹെൽമിന്തസ്. അവരെ എക്സ്ക്രീറ്ററി ഓർഗനോട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്ലെയിം സെൽ. 3. പാരമീസിയം ഏതാണ്? കോൺട്രാക്റ്റൈൽ വാക്യൂൾ അല്ലേ? എക്സ്ക്രീഷന് സഹായിക്കുന്ന കോൺട്രാക്റ്റൈൽ വാക്യൂൾ. പെരിപ്ലനാറ്റ എന്താണ് ആക്ച്വലി? പെരിപ്ലനാറ്റ അമേരിക്കാനൊക്കെ നമ്മൾ കോക്രോച്ച് ആൽപീജിയൻ ട്യൂബ്യൂൾസ് പഠിക്കുന്നുണ്ടല്ലേ? സോ അതിന് അപ്രോപ്രിയേറ്റ് ആൻസർ യൂറിക്കോസ് ഗ്ലാൻഡ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഫെററ്റിമ എർത്ത് വേം ആണ്. എർത്ത് വേം ആകുമ്പോൾ നെഫ്രീഡി അവിടെ ഉണ്ട്.
A3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ അല്ലെ? പല മക്കൾക്കുള്ള കൺഫ്യൂഷൻ ആണ്. ചില ടേംസ് ഒക്കെ നമുക്ക് ഓപ്ഷൻസിൽ NCERT ഇല്ലാത്ത ചോദിക്കില്ല, അപ്പൊ ഔട്ട് പഠിക്കണോ എന്നുള്ളത്. എടാ അങ്ങനെ ഒരു ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ NCERT വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ബാക്കിയുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിലും NCERT സ്റ്റേറ്റ്മെന്റ്സ് അറിഞ്ഞാലുള്ള ഓപ്ഷൻസ്, അങ്ങനെയാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ദ യുണീക് മമ്മേലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ. എടാ ഒരു മാമറി ഗ്ലാൻസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടല്ലേ ക്ലാസ് മമ്മേലിയ, നമ്മളൊക്കെ ക്ലാസ് മമ്മേലിയ അല്ലേ? അതുപോലെ മാമൽസിന്റെ അടുത്തൊരു മെയിൻ ഫീച്ചർ ആണ് ഹെയേഴ്സിന്റെ പ്രസൻസ്. പിന്നെ എക്സ്റ്റേണൽ പിന്ന, ഈ എക്സ്റ്റേണൽ പിന്നയും ഹെയേഴ്സും മാമറി ഗ്ലാൻസ് ഒക്കെ അല്ലേ മാമറി ക്ലാസ് മമ്മേലിയ നമ്മൾ മെയിൻ ഫീച്ചർ ആയിട്ട് പഠിക്കുന്നത്. പിന്ന കറക്റ്റ് ആണ്. മോണോ കോണ്ടൈലിക് സ്കള്ളാണോ? എടാ നമ്മളെ ലോക്കോമോഷനിൽ പഠിക്കുന്നത് നമ്മളെ അല്ലേ ഡൈ കോണ്ടൈലിക് സ്കള്ളാണ്. വെർട്ടിബ്രൽ, ആദ്യത്തെ വെർട്ടിബ്രൽ കോളത്തിലേക്ക് രണ്ട് കോണ്ടൈലാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഡൈ കോണ്ടൈലിക് സ്കള്ളാണ്, മോണോ അല്ല ഡൈ ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഹെയേഴ്സ് ടിംബാനിക് മെംബ്രെയിൻ. എടാ ഇയർ ഡ്രം ബാക്കിയുള്ളവർക്കും ഉണ്ട് അല്ലെ? ബാക്കിയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാമൽസിന് മാത്രമല്ല ടിംബാനിക് മെംബ്രെയിൻ ഉള്ളത്. ഹെയേഴ്സ് പിന്ന മാമൽസിന്റെ ഫീച്ചർ ആണ്. മാമറി ഗ്ലാൻഡ്, ഈ മൂന്നെണ്ണം മാമൽസിന്റെ ഫീച്ചർ അല്ലേ? സോ ഓപ്ഷൻ ഏത് കൊടുക്കാം? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് അല്ലേ നമുക്ക്, അല്ലെ ഇൻഡയറക്റ്റ് ആണോ? അല്ല. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, in which of the following animal digestive tract has additional like crop gizzard like chambers ഒക്കെ ഉള്ളത് ആർക്കാണ്? ബേർഡ്സിലല്ലേ? ക്ലാസ് എയ്വ്സിന്റെ ഫീച്ചർ ആയിട്ടല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? എയ്വ്സിലല്ലേ, ബേർഡ്സിൽ. അപ്പൊ ബേർഡ്സിന്റെ എക്സാമ്പിൾ ഉള്ളല്ലേ എടുക്കണ്ടേ? പാവോ, പീകോക്ക് പാവമല്ലേ? പീകോക്ക് അല്ലേ? സിറ്റാക്യൂള, പാരറ്റ് അല്ലേ? കോർവസ് ക്രോ. ഇത് മൂന്നും ബേർഡ് ക്ലാസ് എയ്വ്സ് അല്ലേ? സോ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് മറ്റു ഓപ്ഷൻസ് തെറ്റിപ്പോയി? ഇത് എയ്വ്സ് ആണ്, ഇത് ബേർഡ് ആണ്, ഇത് ബേർഡ് ആണല്ലേ? കൊളുംബിയ പീജി ആണല്ലേ? കോർവസ് ക്രോ കാക്ക. കമലിയോൺ, എടാ കമലിയോൺ ഒക്കെ നമ്മൾ ഏതിലാണ് പഠിക്കുന്നത്? മെയിൻ ആയിട്ട് റെപ്റ്റൈൽസിലും ഇതിലൊക്കെ അല്ലേ പഠിക്കുന്നത്? ശരിയല്ലേ? കമലിയോൺ അത് എയ്വ്സ് ആണോ? അല്ല. ബഫോ, ടോഡ്, ആംഫീബിയൻ, ബലനോപ്റ്ററ ആൻഡ് ബംഗാരസ്. ബംഗാരസ് ക്രൈറ്റ് അല്ലേ? നമ്മൾ സ്നേക്കിന്റെ ഇതിൽ പഠിക്കുന്നുണ്ടല്ലേ? പോയിസണസ് അതല്ല. കട്ട്ല അല്ല, കട്ട്ല ഒക്കെ നമ്മൾ മീനിന്റെ വിഭാഗത്തിലല്ലേ പഠിക്കുന്നത്? പൈസസ് അല്ലേ? ഓക്കെ, ക്രൊക്കഡൈലസ് ഇതൊക്കെ റെപ്റ്റൈൽ അല്ലേ? അപ്പൊ അതല്ല. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. നീറ്റ് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ഇത് നീറ്റ് 2025 ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2025 ഭാഗത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്യാതിരുന്നത് കേട്ടോ. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ, അസേർഷൻ റീസൺ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റും കോഡേറ്റ്സ് ആണ്, കറക്റ്റ് ആണ്. ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്. എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല എന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം യൂറോ കോഡേറ്റ്, സിഫിലോ കോഡേറ്റ് ഒന്നല്ല, വെർട്ടിബ്രേറ്റ്സ് അല്ല. ഇനി എല്ലാ വെർട്ടിബ്രേറ്റ്സ് വിളിക്കാനുള്ള കാരണം എന്താണ്? നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആവാനുള്ള കാരണം എന്താ? ഒരു നോട്ടോകോഡ് എംബ്രിയോണിക് പീരീഡിൽ ഉണ്ട്, പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളമായിട്ട് മാറാണ്. അതന്നെയാണ് റീസൺ കൊടുത്തിരിക്കുന്നത്. നോട്ടോകോഡ് ഈസ് റീപ്ലേസ് വെർട്ടിബ്രൽ ഇൻ ദ അഡൽട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. കറക്റ്റ് റീസണിലേക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? സോ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. എടാ അസേർഷൻ റിലേറ്റഡ് ആണ്, എന്തെങ്കിലും റീസൺ കൊടുത്തില്ല എപ്പോഴും അത് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, നീറ്റ് 2025 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കൾസ്. യെസ്, മെറ്റാമറിസം. എടാ മെറ്റാമറിസം സെഗ്മെന്റേഷൻ കാണിക്കുന്നത് അനലിഡ്സിലല്ലേ? മെറ്റാമറിസം സെഗ്മെന്റേഷൻ അനലിഡ്സിന്റെ ഒരു ഫീച്ചർ അല്ലേ? ദാറ്റ് ഈസ് എർത്ത് വേം അല്ലേ? അനലിഡാന്ന് ഇവിടെ ഉണ്ടല്ലോ. സോ 3 എന്ന് കൊടുത്തൂടെ? നെക്സ്റ്റ് കനാൽ സിസ്റ്റം, വാട്ടർ കനാൽ സിസ്റ്റം, ഫൈലം പോരിഫറ, വാട്ടർ വാസ്കുലാർ സിസ്റ്റം, എക്കനോഡർമേറ്റ. സോ വാട്ടർ കനാൽ സിസ്റ്റം പോരിഫറ. 4 കോംബ് പ്ലേറ്റ്സ് അല്ലെ? 8 എക്സ്റ്റേണൽ റോസ്, കോംബ് പ്ലേറ്റ്സ് ഫോർ ലോക്കോമോഷൻ. ആരാ? പ്ലൂറോബ്രാക്കിയ അല്ലെ? പ്ലൂറോബ്രാക്കിയ പഠിക്കുന്നല്ലേ നമ്മൾ? ദാറ്റ് ഈസ് ഫൈലം ടീനോഫോറ. 2 നിഡോബ്ലാസ്റ്റ് ഓർ അല്ലെ? നിഡോബ്ലാസ്റ്റ് ഒക്കെ ഏതാടാ? സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഒക്കെ നമ്മൾ പഠിക്കുന്നല്ലേ? നെമറ്റോസിസ്റ്റ് ഒക്കെ. ദാറ്റ് ഈസ് സീലിൻഡ്രേറ്റ. 1 3 4 2 1 3 4 2 1 3 4 2 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ മക്കൾസ്? റെഡി അല്ലേടാ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which one of the following organism bears hollow and pneumatic low bone? ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് വേണ്ടി പറക്കുന്ന സമയത്ത് വെയിറ്റ് കൂടാൻ പറ്റൂല. അതുകൊണ്ട് എല്ലുകൾക്കിടയിൽ എയർ ഫിൽഡ് ക്യാവിറ്റി ആക്കി കൊടുത്തു. ന്യൂമാറ്റിക് ബോൺ അല്ലെ? എയർ ഫിൽഡ് ബോൺ, ദാറ്റ് ഈസ് ന്യൂമാറ്റിക് ബോൺ. ലോങ് ന്യൂമാറ്റിക് ബോൺ ആരെ ഫീച്ചറാ? ക്ലാസ് എയ്വ്സ് ബേർഡ്സിന്റെ ഫീച്ചർ അല്ലേ? അപ്പൊ അതിന് എക്സാമ്പിൾ ഏതാണുള്ളത് നോക്കിയാൽ പോരെ? ഹെമിഡാക്ടൈലസ് ആണോ? അല്ല. മാക്രോപസ് ഒക്കെ കാംഗ്രൂ അല്ലേ? ക്ലാസ് മാമൽ. ഓർണിത്തോറിംഗസ് എഗ് ലേയിങ് മാമൽ, ദാറ്റ് ഈസ് പ്ലാറ്റിപ്പസ്.
അല്ലെ? ഓവി പാരസ് മാമൽ ഒരൊറ്റാൾ നമ്മൾ പഠിക്കുന്നത് പ്ലാറ്റിപ്പസ് ആണ്. ഓറിയന്തോറിംഗസ് ക്ലാസ് മാമൽ മമേലിയ. നിയോഫ്രോൺ ഇറ്റ് ഈസ് വൾച്ചർ. ഇറ്റ് ഈസ് എ ബേർഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. എയ്വ്സിന്റെ ഫീച്ചർ ആണ് ലോങ് ബോൺ എന്നുള്ളത്. സോ വൾച്ചർ നമുക്ക് അല്ലെ ആൻസർ ആയിട്ട് കൊടുത്തൂടടാ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നീറ്റ് 2021 ചോദിച്ചതാണ്. ഫൈസാലിയ അല്ലെ? ഫൈസലും ആദമും പെണ്ണ് കെട്ടൂല എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരാ. അവസാനം ജോർജിയെ പോയിട്ട് ഒരു പെണ്ണിനെ കിട്ടി. അതിന്റെ പേരാണ് മിയാൻഡ്രന. ബുദ്ധിമതിയായ മിയാൻഡ്രന. ബ്രെയിൻ കോറൽ എന്നാണ് പറയാ. ഫൈസൽ, ഫൈസാലിയ, ആദം, ആഡംസിയ. പെണ്ണ് കെട്ടൂല, പെന്നാറ്റുല, ദാറ്റ് ഈസ് സീപ്പൻ. പെണ്ണിന്റെ പേര് ജോർജിയ, ഗോർജോണിയ അല്ലേ? ഗോർജോണിയ. അതുപോലെ ആ പെണ്ണിന്റെ പേരാണ് മിയാൻഡ്രിന, ദാറ്റ് ഈസ് ബ്രെയിൻ കോറൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സോ ഫൈസാലിയ ഏതാ കൊടുക്കാൻ പറ്റും? ഫൈസാലിയ, ഫൈസൽ, ഫൈസാലിയ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അല്ലെ? പണ്ടൊക്കെ സെയിൽ കടലിൽ ഇങ്ങനെ പൊന്തിക്കിടക്കും ഈ സാധനം ഇങ്ങനെ. അപ്പൊ കപ്പൽ നിൽക്കുന്ന പോലെ തോന്നും. ഒരു കുഞ്ഞു സാധനമാണ് കേട്ടോ. ഓക്കെ, പായക്കപ്പലിലെ സാധനമല്ല ആ സെയിൽ, അതിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ട് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് 2. ലിമ്യൂളസ് ലിവിങ് ഫോസിൽ, ലിമ്യൂളസ്. കിങ് ക്രാബ് ഞണ്ട്, ഫൈലം ആർത്രോപോഡ. ലിവിങ് ഫോസിൽ LI ലിമ്യൂളസ് ലീ, ലിവിങ് ഫോസിൽ ലീ. ആൻസിലോസ്റ്റോമ ഹുക്ക് വേം ആണ്. ദാറ്റ് ഈസ് 4. ഏതാ? റൗണ്ട് വേം നമ്മൾ അസ്കാരിസ് പഠിക്കുന്നുണ്ട് അല്ലെ? ഫൈലേറിയൽ വേം ഉഷറേറിയം പഠിക്കുന്നുണ്ട്. പിങ്ടാഡ, പിയൾ ഓയിസ്റ്റർ അല്ലെ? ഫൈലം മൊളസ്കയിൽ പഠിക്കുന്നില്ലേ? പിയൾ ഓയിസ്റ്റർ, പിങ്ടാഡ, പൈല, ആപ്പിൾ സ്നെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ 2, 3, 4, 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 2, 3, 4, 1. 2, 3, 4, 1. That is option 2 is the right answer. സെറ്റ് അല്ലേ മക്കൾസ്? റെഡി അല്ലേടാ? യെസ്. സോ നമുക്ക് ഈ സെഷനിലെ അവസാന ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നീറ്റ് 2017 ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം എ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ഫോളോഡ് ബൈ 3 ആനിമൽസ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. സ്കെലട്ടൺ ഓഫ് സ്പിക്യൂൾസ്. എടാ, സ്പിക്യൂൾസും സ്പോഞ്ചിൻ ഫൈബേഴ്സ് ഒക്കെ നമ്മൾ ഫൈലം പോരിഫറിന്റെ ഫീച്ചർ ആയിട്ടല്ലേ പഠിക്കുന്നത്. സോ സൈക്കൺ, സ്കൈഫ, ആഡംസിയ. സി അനിമോൺ ആണ് ആഡംസിയ. അത് നമ്മളെ പോരിഫറിന്റെ ഇതാണോ? സ്പിക്യൂൾസ് ആഡംസിയ ഉണ്ടോ? സ്പോഞ്ച് ഇല്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് കറക്റ്റ് ആണ്. ആഡംസിയ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം? തെറ്റ് കൊടുത്തൂടെ അല്ലേ? യെസ്. നെക്സ്റ്റ്, എക്സ്ക്രീഷൻ ബൈ ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽ പറയുമ്പോൾ പ്ലാറ്റി അലുമിനസിന്റെ എക്സാമ്പിൾ ആയിരിക്കണം. ടീനിയ, ദാറ്റ് ഈസ് ടേപ്പ് വേം. ഫാസിയോള, ലിവർ ഫ്ലൂക്ക്. പക്ഷെ ആൻസിലോസ്റ്റോമ ഹുക്ക് വേം ഇത് ആസ്കൽ മിന്തസിലല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ അതല്ല. മൗത്ത് കണ്ടെയ്ൻസ് റാഡ്യൂള. റാഡ്യൂള എന്ന് പറയുമ്പം ഫൈലം ഏതാണ്? മൊളസ്ക ആയിരിക്കണം അല്ലേ? ഇത് പ്ലാറ്റി ഹെൽമിന്തസ് ആയിരിക്കണം, ഇത് പോരിഫറ ആയിരിക്കണം. മൊളസ്കന്റെ ഫൈൽ ലൈക്ക് ഗ്രാസ്പിംഗ് ഓർഗൻ ഫീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം റാഡ്യൂള. സോ ഡെന്റാലിയം മൊളസ്ക ആണ്. ടസ്ക് ഷെൽ. ഒക്ടോപ്പസ് അല്ലെ? ലോഡ് PSC ഒക്ടോപ്പസ് അല്ലെ? ഡബിൾ ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്ന മൊളസ്കയാണ്. ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ ആണ്. എടാ, ഇത് എക്കൈനോഡെർമേറ്റയാണ്, മൊളസ്കയല്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ അല്ല. ജോയിന്റഡ് അപ്പൻഡേജസ് ആരെ ഫീച്ചറാ? ആർത്രോപോഡ അല്ലേ? ലിമ്യൂളസ്, കിങ് ക്രാബ് ആർത്രോപോഡാണ്. അപ്പിസ്, ഹണി ബി അല്ലേ? അതുപോലെ ലാക്കിഫർ, ലാക്ക് ഇൻസെക്ട്. എടാ, അപ്പിസും ലാക്കിഫർ, ലാക്ക് ഇൻസെക്ട്, അപ്പിസ്, ഹണി ബി ഇതൊക്കെ എക്കണോമിക്കലി ബെനിഫിറ്റ് ഇൻസെക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ലിമ്യൂളസ്, കിങ് ക്രാബ്, ലിവിങ് ഫോസിൽ. അപ്പൊ ഇതൊക്കെ ആർത്രോപോഡിന് എക്സാമ്പിൾ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. PYQs ചെയ്യാതെ നമ്മൾ എക്സാമിന് പോകരുത്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാനും ഒരുപാട് അസേർഷൻ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിനേഷന് പോകാൻ. ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. സോ അടുത്തൊരു സെഷൻ എന്ത് വേണം, ഏത് ചാപ്റ്റർ വേണം ഡിസ്കസ് ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂലേ? സോ നമുക്ക് കാണാടാ. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ബൈ ബൈ.